പ്രധാനമന്ത്രി ധ്വജാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ആ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. Then
ये अलौकिक क्षण के साक्षी बने हैं। सदियों की मनोकामना पूर्ण हुई है। मंदिर के उत्तर നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ഇത് ഏറ്റവും സവിശേഷമായ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. ധ്വജാരോഹണ ചടങ്ങുകൾ പൂർത്തിയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അവിടെ ധ്വജം ക്ഷേത്രത്തിൻ്റെ മകുടത്തിന് മുകളിലേക്ക് 11 അടി ഉയരത്തിലേക്ക് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, നമ്മൾ കാത്തിരുന്ന ചടങ്ങ് കഴിയുന്നു, ധ്വജാരോഹണം പൂർത്തിയാവുന്നു. ധ്വജം ക്ഷേത്രത്തിൻ്റെ മകുടത്തിന് മുകളിലേക്ക് 11 അടി ഉയരത്തിലേക്ക് പൂജകൾക്കിടയിൽ പൂജകൾക്ക് പൂർത്തിയാക്കി അത് സ്ഥാപിച്ചിരിക്കുന്നു. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ന്യൂസ് 18 ക്യാമറയുടെ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമായി കാണാം. പ്രശാന്തിന്റെ പകർത്തിയ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണാം. സജിത്ത്, ആ ധ്വജം ഇപ്പോൾ അവിടെ ഇങ്ങനെ ഉയർന്ന് പറക്കുന്നത് വളരെ കൃത്യമായി തന്നെ നമുക്കിവിടെ നിന്ന് കാണാം. ആ ധ്വജം അവിടെ ഇങ്ങനെ ഉയർന്ന് പറക്കുകയാണ്. കൃത്യം 11:48 കഴിഞ്ഞുള്ള സമയത്താണ് ധ്വജാരോഹണ ചടങ്ങ് നടന്നത്. പ്രധാനമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ തന്നെയായിരുന്നു ചടങ്ങുകൾ. പ്രത്യേകം തയ്യാറാക്കിയ ധ്വജമാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ കാറ്റിനെയും വലിയ മഴയെയും ഇടിമിന്നലിനെയും ഒക്കെ പ്രതിരോധിക്കുന്ന തരത്തിൽ 200 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വന്നാൽ പോലും തകരാത്ത വിധത്തിലുള്ള തുണി കൊണ്ടാണ് ഈ ധ്വജം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. ന്യൂസ് 18 നമ്മുടെ ക്യാമറയിൽ തന്നെ പതിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളാണ്. നമുക്കറിയാം, ക്യാമറകൾക്കോ മാധ്യമപ്രവർത്തകർക്കോ ഒന്നും അവിടെ അകത്തേക്ക് പ്രവേശനമില്ല എങ്കിൽ പോലും നമുക്ക് വളരെ അത്ഭുതകരമായി, നമുക്ക് വളരെ ഭാഗ്യത്തോടു കൂടി തന്നെ പറയാം, നമ്മുടെ ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ലഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി ഇപ്പോൾ ന്യൂസ് 18 ക്യാമറയിൽ തന്നെ നമുക്ക് കാണിക്കാൻ സാധിക്കും. ഏതാണ്ട് വലിയ അളവിലുള്ള കാത്തിരിപ്പിന് ശേഷം അയോധ്യ ക്ഷേത്രത്തിന്റെ 191 അടി ഉയരത്തിൽ ധ്വജം ഉയർന്നിരിക്കുകയാണ്. പതാക ഉയർന്നിരിക്കുകയാണ്. കാവ്യ പതാക, സൂര്യനാൽ അലങ്കൃതമായ സൂര്യൻ, നടുക്ക് സൂര്യൻ വഹിച്ചുകൊണ്ടുള്ള ഏറെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു പതാക ഉയർത്തുന്നതോടുകൂടി അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണം അത് പൂർത്തിയായി എന്നുള്ളതിന്റെ വിളംബരം കൂടിയാണ് ഇത്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറെ പ്രൗഢഗംഭീരമായ ഭക്തിനിർഭരമായ ഒരു ചടങ്ങിനാണ് ഇപ്പോൾ അയോധ്യ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ധ്വജാരോഹണ ചടങ്ങ് അതിന്റെ എല്ലാ പ്രൗഢഗംഭീരതയോടെയും അർത്ഥതലത്തിലും പൂർത്തിയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.